ബാച്ചിലേഴ്സിനും വീട്ടിൽ മിക്സി ഇല്ലാത്തവർക്കും വളരെ പെട്ടെന്ന് തന്നെ ഉണ്ടാക്കാൻ പറ്റുന്ന നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയുള്ള ഒരു തട്ടിക്കൂട്ട് ബീഫ് കറിയാണ് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് എടുത്തേക്കുന്നത് 1 കിലോ ബീഫാണ്. ഇത് അത്യാവശ്യം നന്നായിട്ട് കഴുകി വെച്ചേക്കുന്ന അതുപോലെ നല്ല നെയ്യുള്ള ബീഫാണ്. അപ്പോൾ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. പിന്നീട് സവോളയും കുഞ്ഞുള്ളിയും എടുത്തേക്കുന്നത്. ഞാൻ വലിപ്പമുള്ള 2 സവോള എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് കുഞ്ഞുള്ളി എടുത്തിട്ടുണ്ട്. ഇതിങ്ങനെ എളുപ്പം വേകാൻ വേണ്ടിയിട്ട് 2ആയിട്ട് കീറിയാണ് ഇട്ടേക്കുന്നത്. ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില, ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചത് എടുത്തിട്ടുണ്ട്. ഇപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അരിഞ്ഞിടാം, അല്ലെങ്കിൽ പേസ്റ്റ് ആക്കാം. ഞാനിപ്പോൾ ഇത് ചതച്ചാണ് എടുത്തേക്കുന്നത്. അടുത്തതായിട്ട് 3 ചെറിയ തക്കാളി ചെറുതായിട്ട് അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. ഇത് കഴിഞ്ഞ് നമുക്ക് ആവശ്യമുള്ളത് ഇതുണ്ടാക്കാൻ ആവശ്യമായ ഓയിലും പിന്നെ കടുക് പൊട്ടിക്കാനുള്ള കടുകും പിന്നെ ബാക്കി പൊടി ഐറ്റംസും മസാലയാണ്. അപ്പോൾ ഞാനിത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് കാണിച്ചു തരാം. കുക്കറിലാണ് ഉണ്ടാക്കുന്നത്. കുക്കർ ഏകദേശം ചൂടായി വന്നിട്ടുണ്ട്. അപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം. ഈ എണ്ണ ഒന്ന് ചൂടായി വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഏകദേശം എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കുകയാണ്. കടുകെല്ലാം പൊട്ടി. ഇപ്പം ഞാൻ ഇവിടെ അരിഞ്ഞു വെച്ചിരുന്ന തേങ്ങാക്കൊത്ത് ഇതിലേക്ക് ഇടുന്നുണ്ട്. ഈ സിമ്മിൽ ഇട്ടിട്ട് വേണം നമ്മൾ ഇവിടെ ജസ്റ്റ് ഒന്ന് ഇളക്കി കൊടുക്കണം. എല്ലാ ഭാഗത്തും എണ്ണ കിട്ടാനും നിൽക്കാനും വേണ്ടിയിട്ട്. ഏകദേശം നമ്മുടെ തേങ്ങ കുറച്ച് വഴന്നു വന്നിട്ടുണ്ട്. ഇനി ഞാൻ ഈ ഉള്ളിക്കകത്തു നിന്ന് കുഞ്ഞുള്ളി ചുമന്നുള്ളി ആയിരുന്നത് സവോള ഇത് കഴിഞ്ഞ് ചെയ്യാം. കാരണം ഇത് കുറച്ച് വലുതായിട്ട് കിടക്കുന്നതുകൊണ്ട് വേഗം വഴന്നു വരാൻ ആദ്യം ഇടുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ചെറിയ ഉള്ളി കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ നല്ലപോലെ വഴരാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് ഉപ്പുപൊടി ചേർക്കാം. ഉപ്പുപൊടി ചേർക്കുമ്പോൾ വേഗം വഴന്നു വരും. ഞാനിപ്പോൾ കുറച്ച് കൂടുതൽ ഉപ്പുപൊടി ഇടുന്നുണ്ട്. കാരണം അങ്ങനെ വരുമ്പോൾ നമുക്ക് ഇറച്ചിയൊക്കെ ചേർത്തതിന് ശേഷം കുറച്ച് ഉപ്പുപൊടി ആവശ്യമുണ്ടെങ്കിൽ ചേർത്താൽ മതിയാകും. പെട്ടെന്ന് വഴന്ന് കിട്ടാൻ വേണ്ടിയിട്ട് ഉപ്പുപൊടി അല്ലെങ്കിൽ ഉപ്പ് നീര് ചേർക്കുന്നത് ബെറ്റർ ആയിരിക്കും. ഇപ്പോൾ ചുവന്നുള്ളി ഏകദേശം വഴന്ന് വന്നിട്ടുണ്ട്. നമുക്ക് ബാക്കി സവാള കൂടി ചേർക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം. ഇതെല്ലാം അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വരുന്നത് നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം. അപ്പോൾ ഏകദേശം ഇത് അത്യാവശ്യം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി, വെളുത്തുള്ളിയും കറിവേപ്പിലയും കൂടെ ചേർത്തിട്ട് ഒന്നുകൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മളിപ്പോൾ ചേർത്ത കറിവേപ്പിലയും ഇഞ്ചി, വെളുത്തുള്ളി ചതച്ചതും അതുകൂടി ഏകദേശം ഇതിൽ ചേർന്നിട്ടുണ്ട്. നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിൽ ലാസ്റ്റായിട്ട് ചേർക്കാനുള്ളത് തക്കാളിയാണ്. അപ്പോൾ ഞാൻ അരിഞ്ഞു വെച്ചിരുന്ന ചെറിയ 3 തക്കാളി അതിലേക്ക് ചേർക്കുകയാണ്. ചേർത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഇളക്കിയിട്ട് ഒരു 3-4 മിനിറ്റ് ഇതും ഒന്ന് നല്ലപോലെ വഴന്ന് വരാൻ വേണ്ടിയിട്ട് റെസ്റ്റ് ചെയ്യണം. അപ്പോൾ നമ്മൾ ആദ്യം ചേർക്കേണ്ട എല്ലാ ചേരുവകളും ചേർത്തിട്ടുണ്ട്. അതായത് വഴറ്റിയെടുക്കേണ്ട സാധനങ്ങളെല്ലാം വഴറ്റിയെടുത്തിട്ടുണ്ട്. ഇനി പൊടിവർഗ്ഗങ്ങളും മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഓരോരുത്തർക്കും അവനവൻ്റെ ഇഷ്ടപ്രകാരം ചേർക്കാൻ നമുക്ക് എരിവ് കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ചേർക്കാം. ഞാനിപ്പോൾ 1 കിലോ ബീഫ് ആയതുകൊണ്ട് 2.25 സ്പൂണ് കാശ്മീരി മുളക് പൊടിയാണ് ചേർക്കുന്നത്. 2.25 സ്പൂണ് കാശ്മീരി മുളക് പൊടിയും മല്ലിപ്പൊടി 1.25 സ്പൂണ് ചേർക്കുന്നുണ്ട്. ഏകദേശം 1.5 ഉണ്ട്. പിന്നെ ഒരല്പം മഞ്ഞൾപ്പൊടി, ഒരു 1/4 സ്പൂൺ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്. ഇവിടെയും നിങ്ങൾക്ക് എരിവ് കൂടുതൽ വേണമെന്നുണ്ടെങ്കിൽ ചേർക്കാം. ഇതിനുശേഷം ഞാൻ ഗരം മസാലയാണ് ചേർക്കുന്നത്. അപ്പോൾ ഗരം മസാല ഇവിടെ തന്നെ പൊടിച്ചതാണ്. ഈ ഗരം മസാല പൊടിക്കുന്ന സമയത്ത് ഓൾറെഡി ഞാൻ ഇതിനകത്ത് കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ടാണ് കുറച്ച് ചേർക്കുന്നത്. ഗരം മസാല ഏകദേശം ഒരു 3/4 സ്പൂണിന് മുകളിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയും പൊടിവർഗ്ഗങ്ങളാണ് ഞാൻ ഈ കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചേർക്കുന്നത്. ഇനി ഇപ്പോൾ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കണം. അത്യാവശ്യം നന്നായിട്ട് ഇളക്കുക. ഒരു ഇച്ചിരി നേരം ഇതൊന്ന് സെറ്റായി വരണം. അതിൻ്റെ പച്ചമണം ഒന്ന് മാറുന്നത് വരെ ഇതൊന്ന് വഴറ്റിയെടുക്കണം. ഒരു 2-3 മിനിറ്റ് നമുക്ക് ഇളക്കി കൊടുക്കുക. അല്ലെങ്കിൽ ഒന്ന് റെസ്റ്റ് ചെയ്തിട്ട് വെയിറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ബീഫ് ഇതിലേക്ക് ചേർക്കുക ചെയ്യാം. ഇപ്പോൾ ഇതിൻ്റെ പച്ചമണമൊക്കെ മാറി നല്ല സെറ്റായിട്ട് വന്നിട്ടുണ്ട്. ഓക്കെ, ഇനിയാണ് നമ്മുടെ കറിയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഇൻഗ്രീഡിയൻ്റ് ആയിട്ടുള്ള ബീഫ് ചേർക്കാൻ പോകുന്നത്. ഇപ്പോൾ ബീഫ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി ഈ മസാല എല്ലാം കഷ്ണത്തിലേക്ക് വരണം. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, ഞാനിതിൽ വെള്ളം ചേർക്കാറില്ല. അപ്പോൾ ഞാൻ ആദ്യമേ പറഞ്ഞായിരുന്നു തിക്ക് ഗ്രേവിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇറച്ചിയിൽ തന്നെ ഓൾറെഡി വെള്ളം ഉള്ളതുകൊണ്ട് ഇതിനകത്ത് വെള്ളം ഇറങ്ങിക്കോളും. അതുകൊണ്ട് നമ്മളിതിനകത്ത് വെള്ളം ചേർക്കുന്നില്ല. അപ്പോൾ കുക്കറിലായതുകൊണ്ട് ഒരുപാട് വെള്ളം ചേർത്ത് കഴിഞ്ഞാൽ ഇത് ആ വെള്ളവും ഇറച്ചിയിലെ വെള്ളം കൂടെ ചേർന്ന് പുറത്ത് വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിതൊന്നും ചേർക്കാറില്ല. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യാം നമുക്ക്.
അപ്പോൾ ഇത് നന്നായിട്ട് ഇളക്കി ചേർത്തിട്ടുണ്ട്, എല്ലാം ഇതിൽ സെറ്റായി. ഇനി കുക്കറിൻ്റെ മൂടി നമുക്ക് വെച്ച് അടച്ചു വെക്കാം. അടച്ചു വെച്ചിട്ട് ഒരു 4-5 വിസിൽ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. 5 അത്യാവശ്യം വേഗം. അപ്പോൾ ഏകദേശം 5 വിസിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി നമ്മളിത് തുറക്കാൻ പോവാണ്. നിങ്ങൾക്ക് ഇതിൽ നോക്കിയാൽ കാണാൻ കഴിയും, നല്ല തിക്കായിട്ടുള്ള ഗ്രേവിയാണ്. സംഭവം നന്നായിട്ട് വെന്തിട്ടുണ്ട്, കളറൊക്കെ സെറ്റായിട്ടുണ്ട്. അപ്പോൾ ഇതാണ് നമ്മുടെ തട്ടിക്കൂട്ട് തിക്ക് ഗ്രേവിയുള്ള ബീഫ് കറി. ഞാനിപ്പോൾ സെർവ് ചെയ്യുന്ന വീഡിയോ കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ അത് കാണുമ്പോൾ നിങ്ങൾക്ക് ഗ്രേവി എത്രത്തോളം തിക്കാന്ന് മനസ്സിലാകും. അപ്പോൾ താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് ദിസ് വീഡിയോ. അടുത്ത പ്രാവശ്യം കാണാം. ടാറ്റാ, ബൈ ബൈ.